ഹായ് എവ്രിവൺ, ഇറ്റ്സ് മീ നിഹാര. അപ്പോൾ ഞാൻ ഇന്ന് ഡിന്നറിന് വേണ്ടിയിട്ട് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സ്പൈസി കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് ബട്ടർ മിൽക്ക് എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു 3/4 ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1 ടീസ്പൂണൊക്കെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അതിനുശേഷം പിന്നെ ഉപ്പ് ആവശ്യത്തിന് നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 1/2 ലെമൺ കൂടെ അതിനകത്ത് ആഡ് ചെയ്യണം. അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ ചിക്കനും അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്നത് മാരിനേറ്റ് ചെയ്യുക. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക ഒരു 1/2 hour ഒക്കെ, അല്ലെങ്കിൽ 1 hour, 1/2 hour to 1 hour കേട്ടോ. 1 hour ഒക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അതിനുശേഷം പിന്നെ ഞാൻ ഒരു പാത്രം എടുത്തിട്ട് അതിൽ വന്നിട്ട് ഒരു 6 ടേബിൾ സ്പൂണോളം മൈദ ചേർക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വന്നിട്ട് കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഞാൻ പിന്നെ എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ആവശ്യത്തിന്. ഒരു 1/2 ടീസ്പൂണൊക്കെ ഒരു ഓർഗാനോയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഞാൻ ഓണിയൻ ഗ്രാന്യൂൾസും പിന്നെ കുറച്ച് ഗാർലിക് ഗ്രാന്യൂൾസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ സോക്ക് ചെയ്ത് വെച്ച ചിക്കൻ എടുത്ത് നന്നായിട്ട് ഇതിലൊന്ന് ഡസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ഇത് ഒരു 2 തവണ ഒന്ന് മുക്കിയെടുക്കണം, കാരണം ഡബിൾ കോട്ട് ചെയ്യണം ഒന്ന്. പുറമേ ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഇത് കുറച്ച് എണ്ണയിൽ ഞാനതൊന്ന് മുക്കി പൊരിക്കുന്നുണ്ട് കേട്ടോ. രണ്ട് സൈഡും ഒന്ന് മാറി മാറി ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ പിന്നെ നേരെ കുക്കാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് പിന്നെ ഓവനിലേക്കാണ് വെക്കുന്നത്. ഒരു 180 ഡിഗ്രിയിലാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. അത് എന്നിട്ട് ഒരു 40 minutes ആണ് ഞാൻ അത് വെച്ചത്. ലാസ്റ്റ് ഇത് എടുത്ത് കുറച്ചൊക്കെ അതിൻ്റെ ഔട്ടർ കോട്ടിങ് ഒന്ന് ഇളകിപ്പോയായിരുന്നു, പക്ഷെ എന്നാൽ നല്ല ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. അതിനുശേഷം ഞാനകത്ത് കുറച്ച് ബുൾടാക് സോസും പിന്നെ കുറച്ച് സെസമി സീഡ്സും സ്പ്രിംഗ് ഒണിയനും കൂടെ ചേർത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കും. പിന്നെ ചിക്കൻ മാത്രമായിട്ട് കഴിക്കുന്നത് രസം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞാനൊരു കോൺ ഉണ്ടായിരുന്നു, ആ കോണും കൂടെ ഒന്ന് ബോയിൽ ചെയ്തെടുത്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഗ്രേവി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചിക്കൻ സ്റ്റോക്കാണ് എടുത്തത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗാർലിക് ഗ്രാന്യൂൾസും പിന്നെ സോയാ സോസും പിന്നെ കുറച്ചൊരു കുരുമുളക് പൊടി ഞാൻ ആഡ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ആ ഗ്രേവി ആക്കിയത് ഞാൻ. പിന്നെ കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോൺഫ്ലോറും കൂടെ അതിനകത്ത് ഒഴിച്ചായിരുന്നു. പിന്നെ ഞാൻ ഒരു മാഷ് പൊട്ടാറ്റോയും കൂടെ ആക്കി. അങ്ങനെ എൻ്റെ ഡിന്നർ ഇതൊക്കെയായിരുന്നു കേട്ടോ, ഇങ്ങനെയായിരുന്നു ആക്കിയത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മൊത്തത്തിലൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ബൈ.